ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ മക്കളൊക്കെ പറഞ്ഞതാണ് വൈകുന്നേരം വരുമ്പോഴേക്ക് സൂപ്പ് ഉണ്ടാക്കി വെക്കുമെന്ന്. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണിപ്പോൾ. വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പാണ്, രാവിലെയും നല്ല തണുപ്പാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തണുപ്പാകുമ്പോൾ എന്തെങ്കിലും ചൂട് കഴിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സൂപ്പ് ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കുകയാണ്. സവാള ഇരിക്കുന്നുണ്ട്, പിന്നെ ക്യാരറ്റ്, പിന്നെ ബീൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും, പിന്നെ വെളുത്തുള്ളി, സവാള, പച്ചമുളക് അതൊക്കെ ഇട്ട് കുറച്ച് ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബോൺലെസ് അല്ല കേട്ടോ, ബോണാണുള്ളത്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സവാളയും പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടാൽ മതി, 1-2 ഇടാം. കാരണം നമ്മൾ കുരുമുളകും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം എരിവ് കാണുമല്ലോ സൂപ്പിന്. കുട്ടികൾക്കാകുമ്പോൾ അത്രയധികം എരിവ് വേണ്ടതാനും. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് വേവിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 3:30 ആയിട്ടോ, 4 മണി ആവുമ്പോൾ അവരെത്തും. എത്തിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സൂപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുന്നത്. വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ നമ്മൾക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ കുട്ടികൾക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാബേജൊന്നും ഇല്ല, അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനാണ്, അതും കൂടി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കണേ. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു മൂടി കെട്ടി നിൽക്കുന്ന അത്യാവശ്യം തണുപ്പും ഉണ്ട്. അപ്പോൾ അവർ വരാറായി. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടു. ഇപ്പോൾ ഇരുട്ടാകുമ്പോൾ ഒന്ന് റൂമൊക്കെ കർട്ടനൊക്കെ മാറ്റിയില്ലെങ്കിൽ ഭയങ്കര ഇരുട്ടായ പോലെ തോന്നും റൂമിലൊക്കെ. അപ്പോൾ ഇതൊന്ന് വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വെന്ത് വെള്ളമൊക്കെ വന്നു. ആ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി ഞാൻ വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. നമ്മൾ എന്ത് ഭക്ഷണം കുക്ക് ചെയ്യുമ്പോഴും എപ്പോഴും പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. ഈ സോസൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളച്ച് വരുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി കുറുകി സെറ്റായി വരും. ഇതിപ്പോൾ കണ്ടില്ലേ, വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായി ഒന്ന് കുറുകി വരും കേട്ടോ. ആ കോൺഫ്ലവർ ഒഴിക്കുന്ന ഒന്ന് കട്ടായിപ്പോയി ആ ഒരു വീഡിയോ. ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു. അപ്പോഴത്തേക്ക് പിള്ളേർ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, സൂപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി എക്സ്ട്രാ കുരുമുളക് ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ചൂട് സൂപ്പാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എണ്ണയൊക്കെ ആ ബട്ടർ ഒന്ന് മെൽട്ടായി തെളിഞ്ഞ് വന്നതാണ് മേലെ കാണുന്നത്. അപ്പോൾ ഞാൻ മോന് കഴിക്കാൻ കൊടുത്തു. മോള് കുളിക്കുകയാണ്. അവൻ അതിൻ്റെ റിവ്യൂ പറയൂ കേട്ടോ. TV വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പിന്നെ സൗണ്ട് ഇപ്പോഴേ കൊടുക്കാത്തത്. അപ്പോൾ അവൻ കഴിച്ചു നോക്കിയിട്ട് ആക്ഷനൊക്കെ കാണിക്കും. അപ്പോൾ കണ്ടില്ലേ, അവർക്ക് നല്ലോണം ഇഷ്ടമായി.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിങ്ങനെയാണോ സൂപ്പ് ഉണ്ടാക്കാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അല്ല വേറെ ഏതെങ്കിലും രീതിയാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബൈ.